നമസ്കാരം പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം. തൃശൂർ നമ്മുടെ അഭിമാനമായ സാംസ്കാരിക തലസ്ഥാനം, പൂരങ്ങളുടെ നാട്, വടക്കുന്നാഥന്റെ മണ്ണ്, അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള തൃശൂർ ജില്ലയ്ക്ക് രാഷ്ട്രീയ മണ്ഡലങ്ങളിലും തനതായ ഇരിപ്പിടമുണ്ട്. BJP തൃശൂരിൽ നടത്തിയ മുന്നേറ്റം തന്നെയാണ് അടുത്ത കാലത്ത് തൃശൂരിനെ അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം വരിക. എന്നാൽ 2021 ഒന്നൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനായിരുന്നു വിജയം. അതിൽ തന്നെ 7 മണ്ഡലങ്ങൾ CPM-ന്റേതും ശേഷിക്കുന്നവ CPI-യുടേതും ആയിരുന്നു. അതേസമയം ഇക്കുറി കോർപ്പറേഷൻ പിടിക്കാനായ ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. നോക്കാം വടക്കുന്നാഥന്റെ മണ്ണിൽ ആരാകും മുന്നേറ്റത്തിന്റെ തിടം പേറ്റുക എന്ന്. ഇത് നമുക്ക് പരിശോധിക്കേണ്ടത് തൃശൂർ, ഗുരുവായൂർ, ഒല്ലൂർ, ചേലക്കര, നാട്ടിക, വടക്കാഞ്ചേരി എന്നീ 6 മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ ബലാബലമാണ്. കൃത്യമായ ഡേറ്റകളിലൂടെയും വിശകലനങ്ങളിലൂടെയും നമുക്ക് പരിശോധിക്കാം ഓരോ മണ്ഡലങ്ങളെയും. ആ മണ്ഡലങ്ങളെ ഓരോന്നിനെയും വിലയിരുത്താനായി ന്യൂസ് എഡിറ്റർമാരായ ലിജോ വർഗീസും ആസിഫ് മുഹമ്മദും നമുക്കൊപ്പം ചേരും. ഏതാണെങ്കിലും പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ആദ്യം തന്നെ പോകാം തൃശൂരിലേക്ക്. തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ തൃശൂർ മണ്ഡലം ഒരു രാഷ്ട്രീയ പാർട്ടിയും അകറ്റി നിർത്തിയിട്ടില്ല. CPI, CPM, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നിയമസഭയിലേക്ക് അവസരം നൽകിയിട്ടുണ്ട്. 1991 മുതൽ തേറമ്പിൽ രാമകൃഷ്ണനിലൂടെ തുടർച്ചയായി 2.5 പതിറ്റാണ്ട് കാലം കോൺഗ്രസ് മണ്ഡലം കൈയടക്കി വെച്ച ചരിത്രവും നമ്മൾ എടുത്തു പറയണം. CPI-യുടെ P. ബാലചന്ദ്രനാണ് നിലവിലെ MLA. നമുക്ക് കണക്കുകളിലൂടെ പോകേണ്ടതുണ്ട്. ആദ്യം പോകാം 2021 കണക്കുകൾ പരിശോധിക്കാനായി. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 2021 സംഭവിച്ചത് P. ബാലചന്ദ്രൻ, CPI-യുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച P. ബാലചന്ദ്രൻ ലഭിച്ചത് 44,263 വോട്ടുകളാണ്. 34.25% പത്മജ വേണുഗോപാലാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 43,317 വോട്ടുകൾ, അതായത് 33.52%. സുരേഷ് ഗോപി അന്നവിടെ 3-ാം സ്ഥാനത്തായിരുന്നു. BJP സ്ഥാനാർത്ഥി 40,457 വോട്ടുകൾ, അതായത് 31.3% എന്നുള്ളതായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. പ്രത്യേകം ശ്രദ്ധിക്കണം, 946 വോട്ടുകൾ. വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയായിരുന്നു 2021 നടന്നത്. ഇനി 2024 വരുമ്പോൾ കാര്യങ്ങൾ വലിയ രീതിയിൽ മാറുകയാണ്. ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള വർഷമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തൃശൂർ നിയമസഭ വരുന്നത്. സുരേഷ് ഗോപിക്ക് അന്നവിടെ വിജയിക്കാനായിരുന്നു. BJPക്ക് അന്നവിടെ ലഭിച്ചത് 55,057 വോട്ടുകളാണ്. 41.75% K. മുരളീധരൻ 2-ാം സ്ഥാനത്തെത്തുമ്പോൾ 40,940 വോട്ടുകൾ, 31.04%. VS സുനിൽകുമാർ 3-ാം സ്ഥാനത്തായിരുന്നു. 34,253 വോട്ടുകൾ, അതായത് 25.97% ലീഡ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് 14,117 വോട്ടുകളായിരുന്നു. ഇനി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ കോർപ്പറേഷൻ വാർഡുകൾ അവിടെ 42 എണ്ണമാണുള്ളത്. UDF-ന് 25, LDF-ന് 8, NDA-ക്ക് 7, മറ്റുള്ളവർക്ക് 2 എന്നിങ്ങനെയാണ് അവിടുത്തെ കക്ഷിനില വരുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. നമ്മൾ ഇക്കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അതെല്ലാം വ്യത്യസ്തതരമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് പ്രവചനാതീതമായേക്കാം എന്നുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ ഒരു വിജയം BJPക്കും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചത് UDF-നും ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം തന്നെയാണ്. എന്നാൽ ആർക്കും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്നൊരു സൂചനകൾ കൂടി അവിടെ നിലവിലുണ്ട്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. നമ്മുടെ ന്യൂസ് എഡിറ്റർമാരായ ആസിഫ് മുഹമ്മദും ലിജോ വർഗീസും തയ്യാറാണ്. ആദ്യം ആസിഫിലേക്കാണ്. ആസിഫെ, ഈ പറഞ്ഞതുപോലെ തൃശ്ശൂരിനെ പറ്റി നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും, ഏത് തരത്തിൽ കളങ്ങൾ മാറും, അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഓരോ തരം അപ്ഡേഷൻസ് വരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. എങ്ങനെയായിരിക്കും തൃശ്ശൂരിലെ സാഹചര്യം? തീർത്തും പ്രവചനാതീതം എന്ന് തന്നെ വിശേഷിപ്പിക്കാമോ? തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തൃശ്ശൂരിനെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളെ അളക്കാൻ കഴിയില്ല. കാരണം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാത്രം ഒരു ട്രെൻഡാണ് എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ BJP ആ രീതിയിൽ മുന്നിൽ നിന്നു എന്നതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു എഡ്ജ് BJPക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി ആരാകുമെന്നത് സ്വാഭാവികമായും BJPക്ക് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുക തന്നെ ചെയ്യും.
പക്ഷേ ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് MLA പി ബാലചന്ദ്രൻ അവിടെ മത്സരിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം ഒരു പുതിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ VS സുനിൽകുമാർ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വരാനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അന്ന് തൃശ്ശൂരിൽ ഞാൻ റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നു. അന്ന് BJP പ്രധാനമായി ഒരു പ്രചാരണം നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം VS സുനിൽകുമാറിനെ നമുക്ക് നിയമസഭയിലേക്ക് വേണം, VS സുനിൽകുമാറിനെ ലോക്സഭയിലേക്ക് പോയിട്ട് കാര്യമില്ല, VS സുനിൽകുമാർ കേരള രാഷ്ട്രീയത്തിലാണ് ആവശ്യം. അങ്ങനെ പോലും അന്ന് BJP അവിടെ പ്രചാരണം നടത്തിയിരുന്നു. കാരണം VS സുനിൽകുമാർ ജയിക്കാനുള്ളൊരു സാധ്യത മുൻനിർത്തി ആ രീതിയിൽ വലിയ പ്രചാരണം BJPയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നു, NDAയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അന്ന് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും VS സുനിൽകുമാർ അവിടെ വലിയൊരു അടിത്തറയുള്ള ആളും ജനകീയനുമായ ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും VS സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നാൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും LDFന് എന്നാണ് എൻ്റെ ഈ ഒരു ഘട്ടത്തിലെ തോന്നൽ. കാരണം അത്രത്തോളം ആ മണ്ഡലവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അത് വലിയ രീതിയിൽ ഗുണം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ UDFൻ്റെ കാര്യമെടുക്കുമ്പോൾ UDFൽ ആ സീറ്റിന് വേണ്ടി വലിയ രീതിയിലുള്ള പിടിവലി ഇപ്പോൾ തന്നെയുണ്ട്. DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ആ സീറ്റ് ലഭ്യമാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേൾക്കുന്ന പേര് ജോസഫ് രാജിൻ്റെ പേരുണ്ട്, രാജൻ പല്ലൻ്റെ പേരുണ്ട്, TV ചന്ദ്രമോഹൻ്റെ പേരുണ്ട്. അതോടൊപ്പം സന്ദീപ് വാര്യരുടെ പേര് പോലും സ്വാഭാവികമായും ഇപ്പോൾ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ വന്നാൽ BJPക്ക് അനുകൂലമായുള്ള വോട്ടുകൾ പോലും പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രചാരണം അവിടെ ഒരു ഭാഗത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും DCC പ്രസിഡന്റിൻ്റെ പേരാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത്. മറ്റൊരു കാര്യം BJPയുമായി ബന്ധപ്പെട്ടാണ്. BJP അവിടെ കേൾക്കുന്ന പേരുകൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം IM വിജയനെ മത്സരിപ്പിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുമോ ഇല്ലയോ, അത്തരത്തിൽ ചർച്ചകളിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തതയില്ല. പക്ഷേ BJP സ്വാഭാവികമായും ജേക്കബ് തോമസിൻ്റെ പേരുണ്ട്, MD രമേശിൻ്റെ പേരുണ്ട്, നേരത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാലിൻ്റെ പേരുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ സ്വാഭാവികമായും BJPയുടെ പാളയത്തിലും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സ്ഥാനാർത്ഥി BJPയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് ക്രിസ്ത്യൻ വോട്ട് കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു അഭിപ്രായം ഏറ്റവും ഒടുവിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല സ്ഥാനാർത്ഥിയോട് വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീരമായൊരു ഫൈറ്റ് തൃശ്ശൂർ മണ്ഡലത്തിൽ നടക്കുമെന്നുള്ളൊരു കാര്യം സംശയമില്ല. പക്ഷേ VS സുനിൽകുമാർ ആണ് LDF സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ചെറിയൊരു എഡ്ജ് കിട്ടാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ലിജോ, ഈ CPI മണലൂരുമായി തൃശ്ശൂർ വെച്ചുമാറുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത വിദൂരത്തിലെങ്കിലും ഉണ്ടാകാൻ ഇടയുണ്ടോ? ഒന്നാമത്തെ കാര്യം അത് മാത്രമല്ല, UDFൻ്റെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയതിൻ്റെ ഒരു ആത്മവിശ്വാസം അവിടെ ഉണ്ട്. മാത്രമല്ല ഈ സാമുദായിക ഘടകങ്ങളിലുള്ള ഒരു നിർണായകത കൂടി ഉണ്ടല്ലോ തൃശ്ശൂരിൽ. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ UDFന് ചെറിയ രീതിയിലെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഘടകങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാര്യങ്ങൾ ഒട്ടും ഈസി അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ ഡേറ്റുകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ലിജോയുടെ കണക്കൂട്ടൽ എങ്ങനെയാണ്? തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ MLAയുടെ പ്രവർത്തനം, പി ബാലചന്ദ്രൻ്റെ MLAയുടെ പ്രവർത്തനത്തിൽ വലിയ തരത്തിലുള്ള അതൃപ്തി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLAക്ക് സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുതന്നെയാണ് മറ്റ് രണ്ട് പാർട്ടികളെ, അതായത് കോൺഗ്രസിനും BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു എഡ്ജ് അക്കാര്യത്തിൽ ഉണ്ടാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം അവിടെ നടക്കും എന്ന പ്രതീതി ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട്. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ തന്നെ VS സുനിൽകുമാറിൻ്റെ പേര് അവിടെ വളരെ സജീവമാണ്. പക്ഷെ അപ്പോഴും അവിടെ CPIക്കുള്ളിലുള്ള ആഭ്യന്തര കലഹം, അത് വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം, പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ള നേരത്തെ MLA ആയിരുന്ന ആ സമയത്ത് നടത്തിയ പ്രവർത്തനം, മന്ത്രി എന്ന നിലയ്ക്ക്, കൃഷി മന്ത്രി എന്ന നിലയ്ക്ക് നടത്തിയ പ്രവർത്തനമൊക്കെ VS സുനിൽകുമാറിന് ജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട്. പക്ഷേ അത് പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്നുള്ളതൊരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VS പ്രിൻസ്, പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള VS പ്രിൻസിൻ്റെ പേര് അവിടെ വളരെ സജീവമായിട്ടുണ്ട്. ആ തരത്തിലാണ് അതിനെ അവർ കാണുന്നത്. സാമുദായിക വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 63-64% ഹിന്ദു വോട്ടുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ഏതാണ്ട് മനസ്സിലാക്കുന്ന അനുസരിച്ച് 30% വോട്ടുകൾ അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മിക്സ് അവിടെ വളരെ കൃത്യമാണ്. ആ തരത്തിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും നിർത്തുക. അവിടെ TV ചന്ദ്രമോഹൻ്റെ പേര്, അതായത് നായർ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് UDFൻ്റെ ഒരു തന്ത്രം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ TV ചന്ദ്രമോഹൻ ഏതാണ്ട് ആ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി പറയുന്ന ഈ കഴിഞ്ഞ തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP എടുത്തിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമുണ്ട്. അത് എല്ലാ തരം വോട്ടുകളെയും സമാഹരിക്കുക, അതിനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് BJP ഇപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് ഇതുവരെ അവർക്ക് അവിടെ വരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. MT രമേശും പത്മജ വേണുഗോപാലും അവിടെ മത്സരിക്കാൻ താല്പര്യക്കുറവ് അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പകരം മറ്റൊരു ആൾ എന്നത് ആരായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ തരം വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടിയെങ്കിൽ മാത്രമേ BJPക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷേ അവിടെ നല്ല മത്സരത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിൽ തൃശ്ശൂർ ടൗണിൽ വലിയ തരത്തിൽ BJPക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. KK അനീഷ് കുമാറിൻ്റെ പേര് അടക്കം മുൻ ജില്ലാ പ്രസിഡന്റിൻ്റെ അടക്കം പേര് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആയിരിക്കും BJPയുടെ അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവിടെ സിറ്റിംഗ് MLAക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥി CPIക്ക് വരും. ഈ വെച്ചുമാറൽ എന്നത് പ്രായോഗികമായി നടക്കാനുള്ള സാധ്യതയില്ല. കാരണം അവിടെ VS സുനിൽകുമാറിനെ പോലെ ഒരു ആളെ നിർത്താൻ അവർ CPIക്ക് ഇപ്പോൾ നിലവിൽ, അതായത് തൃശ്ശൂരാണ് CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വെച്ച് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായും. എന്താണെങ്കിലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരുപക്ഷെ ഒന്നുകൂടി കടുത്ത പോരാട്ടം തന്നെ ഇത്തവണ തൃശ്ശൂരിൽ ഉണ്ടായേക്കും എന്നുള്ള നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നേരെ പോകേണ്ടത് ഗുരുവായൂർക്കാണ്. കഴിഞ്ഞ 20 വർഷമായി LDFന്റെ കയ്യിലുള്ള മണ്ഡലമാണ് ഗുരുവായൂർ. മുൻകാലങ്ങളിൽ പലകുറി മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ടെങ്കിലും 2001 ശേഷം വിജയിക്കാനായിട്ടില്ല. മണ്ഡലം വിട്ടു നൽകാൻ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ലീഗിന്റെ പ്രാദേശിക നേതൃത്വം ഇതിനോട് അനുകൂലമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 മുനിസിപ്പാലിറ്റികളും LDFനൊപ്പമാണ്. എന്നാൽ 6 പഞ്ചായത്തുകളിൽ 5ലും UDF ഭരണം പിടിച്ചിട്ടുമുണ്ട്. നമുക്ക് പോകാം 2021 കണക്കിലേക്ക്. NK അക്ബറാണ് അവിടുത്തെ MLA. CPMന്റെ NK അക്ബറിന് അവിടെ നിന്ന് ലഭിച്ചത് 77,072 വോട്ടുകളായിരുന്നു. 52.52% KN ഖാദർ രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ 58,804 വോട്ടുകൾ ലഭിക്കുന്നു. 40.07% ദിലീപ് നായരായിരുന്നു സ്ഥാനാർത്ഥി ആയിട്ട് വന്നിരുന്നത്. മൂന്നാം സ്ഥാനത്ത് വന്നിരുന്നത് 6,294 വോട്ടുകളാണ് ലഭിച്ചത്. 4.29% മാത്രമായിരുന്നു ലഭിച്ചത്. അവിടുത്തെ ഭൂരിപക്ഷം വന്നത് 18,268 വോട്ടുകൾ എന്നുള്ളതായിരുന്നു. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണ് ഗുരുവായൂരും വരുന്നത്. K മുരളീധരനായിരുന്നു അവിടെ ലീഡിംഗ് ആയിട്ട് വന്നിരുന്നത്. 57,925 വോട്ടുകൾ ലഭിക്കുന്നു. 37.4% VS സുനിൽകുമാർ രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ 50,519 വോട്ടുകൾ, 32.62%. സുരേഷ് ഗോപി അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു. 45,049 വോട്ടുകൾ, അതായത് 29.08% മാത്രമാണ് അവിടെ സുരേഷ് ഗോപിക്ക് അന്ന് അവിടെ നേടാൻ കഴിഞ്ഞത്. ലീഡ് വന്നത് 7,406 വോട്ടുകളുടേതായിരുന്നു. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി LDFനൊപ്പം നിൽക്കുന്നു. അവിടുത്തെ കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ UDFന് 11, LDFന് 20, മറ്റുള്ളവർക്ക് 2 എന്നുള്ളതാണ് ചാവക്കാട്ടെ സാഹചര്യം. 2020 LDFനൊപ്പം തന്നെയായിരുന്നു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് അടുത്തതായി മുനിസിപ്പാലിറ്റി ഉള്ളത്. അതും LDFന്റെ പക്കൽ തന്നെ ഉണ്ട്. അവിടുത്തെ കക്ഷിനില UDFന് 16, LDFന് 23, NDAക്ക് 2, മറ്റുള്ളവർക്ക് 5 എന്നുള്ളതായിരുന്നു. 2020 സമാന സാഹചര്യം LDFനൊപ്പം തന്നെയായിരുന്നു. ഇനി പഞ്ചായത്തുകളിലൂടെ പോകുമ്പോൾ പഞ്ചായത്തുകൾ അവിടെ UDFന് 5 എണ്ണം ഒപ്പം നിൽക്കുന്നു. LDFനൊപ്പം നിൽക്കുന്നത് ഒരു പഞ്ചായത്ത് എന്നുള്ളതാണ് പഞ്ചായത്തുകളുടെ കണക്ക്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. UDFനൊപ്പം നിൽക്കുന്നത് കടപ്പുറം, ഒരുമന്നിയൂർ, പുന്നയൂർ, പുന്നിയൂർക്കുളം, വടക്കേക്കാട്, ഏങ്ങാണ്ടിയൂർ LDFനൊപ്പമാണ്. മുമ്പ് പറഞ്ഞത്ര 5 എണ്ണമാണ് UDFന്റെ പക്കൽ ഉള്ളത്. LDFനൊപ്പം ഏങ്ങണ്ടിയൂർ തന്നെ നിൽക്കുന്നു. ഏതാണെങ്കിലും നമ്മൾ ഈ പരിശോധിച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് CPMനൊപ്പം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ. പക്ഷേ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ UDFന് നേരിയ പ്രതീക്ഷ കൊടുക്കുന്ന ചില സൂചനകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകളൊക്കെ എത്രത്തോളം ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആസിഫെ, ആ ചോദിച്ചു തന്നെയാണ് എന്തുമാത്രം സാധ്യത ആ കണക്കുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ? തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുമെങ്കിൽ പോലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അവിടെ മത്സരത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ അത്ര ഐക്യമില്ല എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്നത്. ആ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അതിന് പല ഘട്ടങ്ങളിലും പിടിവലി നടന്നിട്ടുണ്ട്. ഇത്തവണയും അത്തരത്തിൽ സജീവമായ ചർച്ച മുന്നോട്ട് വെച്ചത് DCC പ്രസിഡന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ വലിയൊരു വിഭാഗം കോൺഗ്രസ് വോട്ടുകൾ അവിടെ നിന്ന് ചോർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. BJPക്ക്
പാർട്ടിക്ക് അനുകൂലമായുള്ള ഒരു നേട്ടം പല മേഖലകളിലും ഉണ്ടാകുന്ന നമ്മൾ കാണാറുണ്ട്. നമ്മളറിയാം കഴിഞ്ഞ തവണ BJPയുടെ വോട്ട് കുറവാണ്. അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോവുകയും പകരം അവിടെ പത്രിക നൽകിയ മറ്റൊരു സ്ഥാനാർത്ഥിയെ BJP പിന്തുണയ്ക്കുന്നതിലേക്കും മറ്റും കാര്യങ്ങൾ എത്തിയതാണ്. നിവേദിത BJP സ്ഥാനാർത്ഥിയായി വന്ന ഘട്ടത്തിൽ വലിയ രീതിയിലൊരു കുതിച്ചുചാട്ടം BJP അവിടെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അന്ന് ഏകദേശം 20,000-ന് മുകളിൽ വോട്ട് പിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ തവണയും നിവേദിത തന്നെയായിരുന്നു അവിടെ പത്രിക സമർപ്പിച്ചത്. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ആ പത്രിക തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ മികച്ച ഒരു സ്ഥാനാർത്ഥി BJPക്ക് വന്നാൽ വോട്ട് BJPക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി എത്തുന്ന സമയത്ത് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ഒരു വലിയ രീതിയിൽ വോട്ട് ചോർച്ച സ്ഥിരമായി സംഭവിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വെച്ചുമാറൽ ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്തവണയും വലിയ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാകാതെ വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഗുരുവായൂർ മാറും. ഗുരുവായൂരിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രധാനമായും പരിഗണിക്കുന്ന പേരുകളെന്ന് പറയുമ്പോൾ CH റഷീദിൻ്റെയും അതുപോലെ തന്നെ PK നവാസിൻ്റെയും പേരുകളൊക്കെയാണ്. ആ പേരുകൾ അവർക്ക് മത്സരീതരംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അത്രത്തോളം എളുപ്പത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സ്വാഭാവികമായും മികച്ച സ്ഥാനാർത്ഥി വന്ന് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ വോട്ട് വിള്ളലുണ്ടാക്കാനും അവിടെ UDFന് മുന്നേറാനും കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിവേദിത തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയായി വന്ന ആൾ പോലും അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിജോ, ഈ സീറ്റ് വെച്ചുമാറ്റത്തിന്റെ പ്രായോഗികത അത് ഏത് തരത്തിൽ വരുമെന്നാണ് ലിജോയ്ക്ക് തോന്നുന്നത്? ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴും സീറ്റ് വെച്ചുമാറൽ ഒരു പ്രായോഗികമായിട്ട് നടപ്പാകുമോ? അങ്ങനെ നടപ്പായാൽ അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാനാകുമോ? ഈ ആസിഫ് ചൂണ്ടിക്കാണിച്ച പോയിന്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും CPM-ന് അവിടെ കാര്യങ്ങൾ സേഫായിട്ട് തന്നെ പോകാനുള്ള സാധ്യതകളാണോ അവിടെ മുൻതൂക്കമായിട്ടുള്ളത്? ഇത്തവണ ഗുരുവായൂരിൽ ആ സീറ്റ് വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ട് വളരെ ശക്തമായി രംഗത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജോസഫ് ടാജറ്റ് DCC പ്രസിഡന്റ് തന്നെ വലിയ തോതിൽ അതിനുവേണ്ടി പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആ സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണം അവിടുത്തെ കമ്മ്യൂണിറ്റി വോട്ട് ബേസ് നോക്കുമ്പോൾ ഏതാണ്ട് 43% മുസ്ലിം വോട്ട് ബേസ് ഉള്ള വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏതാണ്ട് 50% ഹിന്ദു വോട്ടുകൾ, അങ്ങനെ ആ തരത്തിലാണ് അവിടെ ഒരു കമ്മ്യൂണിറ്റി വോട്ട് ബേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ലീഗിന് കഴിയുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ സീറ്റ് വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ള കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ UDFന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അല്ലെങ്കിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞ ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിജയ സാധ്യതയുണ്ട്. അത് പ്രധാനമായും പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ജില്ലയിൽ തന്നെയുള്ള TN പ്രതാപനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും താല്പര്യമുള്ളൊരു സീറ്റായി അത് മാറാനുള്ള കാരണം അതാണ്. ഇത്രയും വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ K മുരളീധരൻ തോൽക്കുകയോ അല്ലെങ്കിൽ വലിയ തരത്തിൽ അവിടെ വോട്ടിൽ കുറവുണ്ടാകുമ്പോൾ പോലും ഗുരുവായൂരിൽ അതൊരു നേട്ടമായത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം LDFനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ അത്തരത്തിലൊരു വോട്ടിൽ മാറ്റമുണ്ടായി, ആ പാറ്റേണിൽ മാറ്റം ഉണ്ടായതിൽ വലിയ തരത്തിലുള്ള ശുഭപ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ സീറ്റ് വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് ഇപ്പോൾ ജില്ലാ ലീഗ് നേതൃത്വം വലിയ തരത്തിൽ അതിന് ശക്തമായി എതിർത്തിട്ടുണ്ട്. കാരണം അത്തരം സീറ്റുകൾ വെച്ച് മാറുന്നതിനോട് ലീഗിന് വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം UDFിലെ സീറ്റ് നിർണ്ണയം കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ CH റഷീദ് അവിടെ ഏതാണ്ട് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലായിരിക്കും പോവുക. അവിടെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ അങ്ങനെ വന്നാൽ അവിടെ അട്ടിമറികൾ സംഭവിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗുരുവായൂരിലും സസ്പെൻസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഒല്ലൂരിലേക്കാണ്. മന്ത്രി K രാജന്റെ മണ്ഡലം എന്ന നിലയിലാണ് ഒല്ലൂർ ശ്രദ്ധേയമാകുന്നത്. 1980കളുടെ അവസാനം മുതൽ 2011 വരെ കോൺഗ്രസിനെയും CPI-യെയും മാറി മാറി മണ്ഡലം വിജയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 2016-ലും 2021-ലും K രാജൻ ഒല്ലൂരിനെ CPI-യുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തി. ഒല്ലൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പ്രാദേശികവാദം അടക്കം നേരത്തെ ഉയർന്നിരുന്നു. നമുക്ക് 2021-ലെ കണക്ക് പരിശോധിക്കുമ്പോൾ K രാജൻ വിജയിക്കുമ്പോൾ അവിടെ ലഭിച്ച വോട്ടുകൾ 76,657 വോട്ടുകളായിരുന്നു. 49.09% ജോസ് വള്ളൂരായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. 55,151 വോട്ടുകളാണ് ലഭിച്ചത്. 35.31% B ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥി വരുമ്പോൾ 22,295 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. 14.28% ഭൂരിപക്ഷം വരുന്നത് 21,506 വോട്ടുകളുടേതായിരുന്നു. ഇനി നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ
കൂടി നോക്കാം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഒല്ലൂരും വരുന്നത്. അവിടെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത്. അന്ന് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 58,996 വോട്ടുകളാണ് ലഭിച്ചത്. 37.49% VS സുനിൽകുമാർ അവിടെ രണ്ടാം സ്ഥാനത്തെത്തുന്നു. 48,633 വോട്ടുകൾ, 30.9%. കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ 47,639 വോട്ടുകൾ, അതായത് 30.27% എന്നുള്ളതായിരുന്നു കണക്ക് അവിടെ വന്നിരുന്നത്. ഇനി നമുക്ക് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. കോർപ്പറേഷൻ വാർഡുകൾ അവിടെ 14 എണ്ണമാണ് വരുന്നത്. UDF-നൊപ്പം 8 എണ്ണം വരുന്നു, LDF-നൊപ്പം 3 എണ്ണം വരുന്നു, NDA-ക്കൊപ്പം 1, മറ്റുള്ളവർക്ക് ഒപ്പം 2 എന്നുള്ളതാണ്. ഇനി അവിടെ പഞ്ചായത്തുകൾ വരുന്നത് 4 എണ്ണമാണ്. UDF-നൊപ്പം 2 എണ്ണം നിൽക്കുന്നു, LDF-നൊപ്പം 2 എണ്ണം നിൽക്കുന്നു. മുമ്പ് അത് 2021 അത് 4 LDF-ന്റെ പക്കൽ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് 2 എണ്ണം UDF-ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഏതൊക്കെയാണ് അവയെ നോക്കാം. LDF-നൊപ്പം നിൽക്കുന്നത് മാടക്കത്തറയും നടത്തറയുമാണ്. UDF-നൊപ്പം നിൽക്കുന്നത് പാണഞ്ചേരിയും പുത്തൂരുമാണ്. എന്താണെങ്കിലും നമ്മൾ കണക്കുകൾ പരിശോധിച്ച് വരുമ്പോൾ കെ രാജന്റെ ഒരു വ്യക്തിപ്രഭാവത്തെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മന്ത്രിസഭയെ തന്നെ വലിയ രീതിയിൽ ഒരു മികച്ച മന്ത്രി എന്ന പേര് ഖ്യാതിയുള്ള ഒരു മന്ത്രി കൂടിയാണ്. 2016 ഒരു ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 13,248 ആയിരുന്നു. അത് 2021 വരുമ്പോൾ 21,506 വോട്ടുകൾ എന്ന തരത്തിലേക്ക് അത് മാറുന്നുണ്ട്. ഒല്ലൂർ മണ്ഡലത്തിൽ മാത്രമല്ല, ഞാൻ ഈ സൂചിപ്പിച്ച പോലെ മന്ത്രി എന്ന നിലയിൽ വളരെ ജനകീയനായിട്ടുള്ള ഒരു അംഗീകാരമുള്ള വ്യക്തിയാണ് കെ രാജൻ എന്നുള്ളതാണ്. CPI-യുടെ 4 മന്ത്രിമാരും മത്സരരംഗത്ത് വീണ്ടും ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒല്ലൂരിൽ കെ രാജൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം ഇതാണ്, ആസിഫെ, കെ രാജനെ അങ്ങനെ മറികടക്കണമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണോ? ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് വിലയിരുത്തലായി വരുന്നത്. അത് അങ്ങനെ തന്നെ അവശേഷിക്കുമോ? സ്വാഭാവികമായും അതൊരു UDF അനുകൂല മണ്ഡലമാണെന്ന് നമുക്ക് പൊതുവേ പറയാൻ കഴിയുന്നൊരു മണ്ഡലമാണ് ശരിക്കും പറഞ്ഞാൽ ഒല്ലൂർ. പക്ഷേ അവിടെ കെ രാജൻ ഇങ്ങനെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ 13,000-ൽ നിന്ന് 21,000-ആയി വർദ്ധിക്കുന്നു. ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തുമ്പോഴും ആ ഗ്രാഫിൽ ഏതെങ്കിലും തരത്തിൽ താഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാനേ കഴിയില്ല. കാരണം ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം അദ്ദേഹം അവകാശപ്പെടുന്ന 2,350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒല്ലൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. പുത്തൂർ മൃഗശാല അടക്കമുള്ള കാര്യങ്ങൾ അത് എടുത്ത് അദ്ദേഹം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി എന്ന രീതിയിലാണ് അതുപോലും ആവിഷ്കരിക്കപ്പെടുകയും മറ്റും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് നേടാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഗ്രാഫ് ഏതെങ്കിലും തരത്തിൽ താഴേക്ക് പോകുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു CPI മന്ത്രിമാരിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു മന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹമായി വരും. കാരണം അത്രത്തോളം ജനപ്രീതിയുണ്ട്, ജനകീയ അടിത്തറ അവിടെ വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അവിടെ കോൺഗ്രസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ വാർത്തകളെല്ലാം കണ്ടതാണ്. പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി അങ്ങോട്ട് മത്സരരംഗത്തേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉള്ളിൽ തന്നെ അവർ പോസ്റ്റർ പ്രചാരണം നടത്തുന്നു. അവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്തരത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജെയ്ജു സെബാസ്റ്റ്യനാണ്. അത് പ്രദേശവാസിയായ ജെയ്ജു സെബാസ്റ്റ്യൻ, മണ്ഡലത്തിൽ തന്നെയുള്ള ജെയ്ജു സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയെ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഷാജി കോഴംകണ്ടത്തൊക്കെ അവിടെ സ്ഥിരമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ കോൺഗ്രസിനുള്ളിലെ ആ പ്രശ്നങ്ങളിലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കെ രാജൻ്റെ ഒരു ജനകീയതയും മറ്റു കാര്യങ്ങളും മുൻനിർത്തി വരുമ്പോൾ ഒരു ശക്തമായുള്ള സ്ഥാനാർത്ഥി വന്നാലാണ് ഒരു വലിയ പോരാട്ടം നടക്കാൻ കഴിയുകയുള്ളൂ. ജേക്കബ് തോമസിൻ്റെ അടക്കം ഉള്ള പേരുകൾ BJP-യും അവിടെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു മികച്ച ഒരു മത്സരം ഉണ്ടാകും. അപ്പോഴും ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം അവിടെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഉണ്ടാകാൻ കഴിയുന്ന സാഹചര്യം വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ലിജോ, ഇപ്പോൾ ആസിഫ് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ വ്യക്തിപ്രഭാവം അതിനോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത് മറ്റൊരു ഘടകമായി നിൽക്കുന്നു. ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കൊക്കെ ആ രീതിയിൽ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പൊതുജന സമക്ഷത്തിൽ, അത് ഒല്ലൂരിൽ മാത്രമല്ല എല്ലായിടത്തും അത് കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ നിലയ്ക്കൊക്കെ കെ രാജനെ അടയാളപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും കോൺഗ്രസിന് അവിടെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ട്. മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഒന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വികസനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മറ്റൊരു വാദം ഉയർത്തണമല്ലോ. എന്തുയർത്താനാണ് അവിടെ സാധ്യതകളുള്ളത്? എങ്ങനെ മത്സരരംഗം കടുപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കും?
ഇക്കാര്യത്തിൽ ആസിഫ് ചൂണ്ടിക്കാണിച്ച പോലെ കെ രാജൻ എന്നത് സ്വാഭാവികമായും വലിയ ആർക്കും ആക്സസ് ആയിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ MLA എന്ന നിലയ്ക്ക് ആ തരത്തിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ്. ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒല്ലൂർ ടൗണിലെ വികസന പ്രവർത്തനങ്ങളാണ്. അത് നമുക്ക് ആ യാത്ര ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒല്ലൂർ ടൗണിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായി ഉയർത്താൻ കഴിയുന്ന ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഷാജി കോടംകണ്ടത്ത് എന്ന് പറയുന്ന നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ്, അതോടൊപ്പം തന്നെ ജോസഫ് ടാജറ്റ്, ഇപ്പോഴത്തെ DCC പ്രസിഡന്റായിട്ടുള്ള ജോസഫ് ടാജറ്റ്, ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറേ കാലങ്ങളായി ടോൾ സമരവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ മേഖലയിലുള്ള ആളുകളാണ്. അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കൂടുതൽ, അല്ലെങ്കിൽ ആ തരത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് നേതാക്കളാണ് അവിടെ. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ ഇത്തരത്തിൽ ഷാജി കോടംകണ്ടത്തായാലും ജോസഫ് ടാജറ്റായാലും രാജൻ പല്ലൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പേരുകൾ അവിടെ സജീവമായി നിലനിർത്താൻ നോക്കുന്നത്. അത്തരത്തിലൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ട്. സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ആ തരത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ അവിടെയുള്ള പ്രവർത്തനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും അത് എത്രത്തോളം ഈ കെ രാജൻ്റെ ഇപ്പോഴുള്ള ഒരു ജനകീയത മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് സംശയം ഉള്ളൊരു കാര്യമാണ്. തൃശ്ശൂരിൽ BJP സംബന്ധിച്ച് ഇപ്പോഴും, അതായത് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ അവർ സാധ്യത പരീക്ഷിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ അവിടെ പരീക്ഷിക്കുന്നുണ്ട്. അതിൽ ജേക്കബ് തോമസും അവിടെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ DCCയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഹരി എന്നീ രണ്ടാളുകളുടെ പേരുകൾ അവിടെ അവർ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ മേയറായിട്ടുള്ള MK വർഗീസ്, അതായത് ഏറ്റവും ഒടുവിലായി BJPക്ക് അനുകൂലമായി പോലും സംസാരിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും ഒടുവിൽ LDFന് കോർപ്പറേഷനിൽ വലിയ തരത്തിലുള്ള തലവേദന ഉണ്ടാക്കിയിട്ടുള്ള MK വർഗീസിൻ്റെ പേര് അവരവിടെ ഒരു സാധ്യതയായി ചർച്ച ചെയ്തിരുന്നു. പക്ഷേ MK വർഗീസ് നിലവിൽ അത്തരത്തിലൊരു മത്സരത്തിലേക്ക് പോവാത്ത സാഹചര്യത്തിൽ അവിടെ BJPക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ വിജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ BJP ഇപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഒല്ലൂരിലെ കാര്യവും. ഈ വലിയ വമ്പൻ വികസന പദ്ധതി, അതായത് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പോലെയുള്ള വലിയ പദ്ധതികൾ ഒക്കെ എടുത്തു കാണിച്ച്, അതോടൊപ്പം തന്നെ അവിടെയുള്ള റോഡുകളുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അതോടൊപ്പം തന്നെ ഒല്ലൂർ സ്വാഭാവികമായും CPIക്ക് വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആ തരത്തിലുള്ള പ്രവർത്തനം കൂടി കാഴ്ചവെക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ CPIക്ക് വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒല്ലൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പോൾ ഒല്ലൂർ എന്താണെങ്കിലും നിലനിർത്താൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസം CPIക്ക് അവിടെ ഉണ്ട്. കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയുടെ, ആ ജനപ്രതിനിധിയുടെ ഒരു വ്യക്തിപ്രഭാവം അത് മറികടക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നോക്കാം. ഇനി നമുക്ക് പോകേണ്ടത് ചേലക്കരയിലേക്കാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPMന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ചേലക്കരയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും CPIയും വിജയം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഇക്കുറി UDFിൽ നിന്ന് കോൺഗ്രസിന് പകരം ലീഗായിരിക്കും CPMനെ എതിരിടുക എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സീറ്റ് കൈമാറ്റം എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ആദ്യം പോകേണ്ടത് ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്കാണ്. അതായത് 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ UR പ്രദീപ് വിജയിക്കുന്നത് 64,827 വോട്ടുകൾക്കാണ്. 41.44%. രമ്യ ഹരിദാസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത്. 52,626 വോട്ടുകളാണ് ലഭിച്ചത്. 33.64%. കെ ബാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിക്ക് 33,609 വോട്ടുകളാണ് ലഭിച്ചത്. 21.49%. ഭൂരിപക്ഷം 12,201 വോട്ടുകളുടേതായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്തായിരുന്നു എന്നാണ്. കെ രാധാകൃഷ്ണൻ അവിടുന്ന് MLA ആയി വിജയിക്കുമ്പോൾ CPMന്റെ കെ രാധാകൃഷ്ണൻ ലഭിച്ചത് 83,415 വോട്ടുകളാണ്. 54.41%. CC ശ്രീകുമാർ രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ 44,015 വോട്ടുകൾ, 28.71%. ഷാജുമോൻ വടക്കേക്കാട്ട് BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് 24,045 വോട്ടുകൾ, 15.68%. ഭൂരിപക്ഷം ശ്രദ്ധിക്കണം, 39,400 വോട്ടുകൾ എന്നുള്ളതായിരുന്നു കെ രാധാകൃഷ്ണൻ 2021 ഭൂരിപക്ഷം എന്നുള്ളത്. മികച്ച ഭൂരിപക്ഷമായിരുന്നു ആ കാലഘട്ടത്തിലുള്ള എല്ലാ ജനപ്രതിനിധികളെയും വെച്ച് നോക്കുമ്പോൾ. ഇനി പോകാം നമുക്ക്
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ചേലക്കര വരുന്നത്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ കെ രാധാകൃഷ്ണന് ലഭിച്ചത് 60,368 വോട്ടുകൾ, 41.2%. രമ്യ ഹരിദാസിന് ലഭിച്ചത് 55,195 വോട്ടുകൾ, 37.67%. TN സരസുവിന് ലഭിച്ചത് 28,974 വോട്ടുകൾ, അതായത് 19.77%. ലീഡ് വന്നത് 5,173 വോട്ടുകളുടേതായിരുന്നു. ഇനി നോക്കാം 2025 എന്ത് സംഭവിച്ചു. ചേലക്കരയിൽ പഞ്ചായത്തുകൾ LDF-നൊപ്പം 5 എണ്ണം, UDF-നൊപ്പം 3 എണ്ണം, NDA-ക്കൊപ്പം 1 എന്നുള്ളതാണ് കണക്ക്. ഏതൊക്കെയാണ് പഞ്ചായത്തുകൾ നോക്കാം. LDF-നൊപ്പം നിൽക്കുന്നത് കൊണ്ടാഴി, പാഞ്ഞാൾ, പഴയന്നൂർ, വള്ളത്തോൾ നഗർ, വരവൂർ എന്നീ പഞ്ചായത്തുകൾ LDF-നൊപ്പം നിൽക്കുന്നു. UDF-നൊപ്പം നിൽക്കുന്നത് ചേലക്കര, ദേശമംഗലം, മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകൾ. NDA-ക്കൊപ്പം നിൽക്കുന്നത് തിരുവില്ലാമല എന്നിങ്ങനെയാണ് പഞ്ചായത്തുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ ഉള്ളത്. ഏതാണെങ്കിലും കെ രാധാകൃഷ്ണനോട്, അതായത് ചേലക്കരക്കാരുടെ രാധേട്ടനോടുള്ളൊരു സ്നേഹം 2021 ഭൂരിപക്ഷത്തിൽ കാണാം. 39,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു നേടിയത്. മാത്രമല്ല, നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 3 പതിറ്റാണ്ടായിട്ടുള്ള CPM-നോടൊപ്പമുള്ള കൃത്യമായിട്ടുള്ളൊരു ലീഡ് അത് നമുക്ക് ഈ കണക്കുകളിലൂടെ ഒക്കെ കാണാം. അപ്പോൾ ഇടത് മുന്നണിക്ക് പൂർണ്ണ തോതിൽ വിശ്വാസം അർപ്പിക്കാനാവുന്ന ഒരു മണ്ഡലമായിട്ട് അവശേഷിക്കുമോ ചേലക്കര എന്നുള്ളതാണ്. അതിൽ വലിയ സംശയങ്ങൾക്കുള്ള സാഹചര്യമില്ല എങ്കിൽ പോലും ആസിഫെ, അതങ്ങനെ തന്നെ ചേലക്കരയെ ഉറപ്പിച്ച് നിർത്തുമോ? അതിനുള്ളൊരു സാധ്യതയാണ്. 96 മുതൽ LDF-നൊപ്പം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി എന്താ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വോട്ടിൻ്റെ ശതമാനക്കണക്കിൽ നോക്കുകയാണെങ്കിൽ വളരെ നേരിയ വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അത് ഗുണം ചെയ്യുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ LDF വിജയിച്ച് കയറിയിരിക്കുന്നു. നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ രീതിയിൽ ഈ പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF-ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരിച്ചടി നേരിട്ടൊരു സമയത്താണ് അവിടെ ചേലക്കരയിൽ മാത്രം LDF-ന് വലിയ രീതിയിൽ അനുകൂലമായുള്ള ഒരു തരംഗമുണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. UR പ്രദീപ് ഇതിനു മുമ്പും MLA ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം ഇത്തവണ വീണ്ടും മത്സരത്തേക്ക് വന്ന സമയത്തും അദ്ദേഹത്തിന് മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തവണയും UR പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യതയാണ് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അദ്ദേഹവും വലിയ രീതിയിൽ ജനകീയ അടിത്തറയുള്ള ഒരാളാണ്. സാധാരണക്കാരനായി അറിയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ വലിയ രീതിയിൽ LDF-ന് ഗുണം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഇത്തവണയും ഉള്ളത്. UDF-നെ സംബന്ധിച്ചോളം UDF-ൽ ഇപ്പോഴും ആ സീറ്റ് വെച്ച് മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചേലക്കര മുസ്ലിം ലീഗിന് കൈമാറി പകരം മറ്റൊരു സീറ്റ് കോൺഗ്രസിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അത് സ്വാഭാവികമായും ജയന്തി രാജനെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ മുൻനിർത്തിയാണ് അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് പരമ്പരാഗതമായി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ചില മേഖലകളിൽ വലിയ പ്രശ്നമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. പക്ഷേ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലടക്കം ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഒരുമിച്ച് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവിടെ LDF-ന് അതിൻ്റെ ഒരു മുന്നോട്ട് പോകാനും വിജയിച്ച് കയറാനും മികച്ച ഭൂരിപക്ഷം നിലനിർത്താനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇത്രത്തോളം ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF പറയുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഇപ്പോഴും സീറ്റ് ആര് മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ള കാര്യം അത് കോൺഗ്രസ് ആണെങ്കിലും ലീഗാണെങ്കിലും മത്സരിക്കുന്നത് അങ്ങനെ തന്നെ ആകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് UDF-ന് ഒരു പക്ഷേ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല NDA അവിടെ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമാണ്. അവിടെയും പ്രാദേശികമായുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും NDA-യും പരീക്ഷണത്തിന് ഇറക്കാനുള്ള ഒരു സാധ്യത. ലിജോയ്ക്ക് എന്താണ് തോന്നുന്നത്? ഈ സീറ്റ് വെച്ചുമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രായോഗികത, ആ ചർച്ചകൾ അത് പുരോഗമിക്കും എന്ന് തന്നെയാണോ? ആ വെച്ചുമാറ്റം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ ലിജോ? മാത്രമല്ല, അതിലൂടെ ഒരു വ്യതിചലനം ഉണ്ടാക്കാനാകും വലിയ രീതിയിൽ എന്നുള്ളതും കരുതുന്നുണ്ട്. മാത്രമല്ല, ഈ NDA-യുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒരു പഞ്ചായത്ത് എന്താണെങ്കിലും NDA-യുടെ പക്കൽ ഉണ്ട്. ആ രീതിയിൽ വോട്ട് വർധന NDA ഏത് രീതിയിൽ നടത്തുമെന്നതുകൂടി. ആദ്യം NDA-യുടെ കാര്യം പറയുകയാണെങ്കിൽ തിരുവല്ലാമല BJPക്ക് ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാലങ്ങളായി BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്.
കഴിഞ്ഞ തവണ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കെ ബാലകൃഷ്ണൻ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ആ മുന്നേറ്റം ഇത്തവണയും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ ബാലകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ചേലക്കരയിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ചേലക്കര കോങ്ങാട് സീറ്റുകൾ തമ്മിൽ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അത് കുറെ കൂടി ചർച്ചയിൽ പുരോഗമനമുള്ള ഒരു ചർച്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ അവിടെ ആ ഒരു മാറ്റം ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള ഏതാണ്ട് 23% വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ തരത്തിൽ ഒരു ഏത് തരത്തിലായിരിക്കും അതിനെ UDF കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിട്ട് വരാനുള്ളത് KV ദാസനോ അല്ലെങ്കിൽ ശ്രീലാൽ ശ്രീധരൻ എന്നീ രണ്ടാളുകളുടെ പേരുകൾ അവിടെ സജീവമായുണ്ട്. അതിനെ KV ദാസൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു മാറ്റം അവിടെ ഉണ്ടാകുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ആസിഫൊക്കെ സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശക്തമായ ഒരു നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. അത്രത്തോളം ബേസുള്ള ഇടത് ബേസുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന UR പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയായാൽ വലിയ എഡ്ജോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം വീണ്ടും ആവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് തോന്നുന്നത്. അവിടെ ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് രാധാകൃഷ്ണൻ ആയാലും അതോടൊപ്പം തന്നെ UR പ്രദീപ് ആയാലും, അവർക്ക് അവിടെയുള്ള ജനസമിതി ഇത്തവണയും വോട്ടായി മാറാനുള്ള സാധ്യതയാണ്. മറ്റ് ഇപ്പോൾ എത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം വലിയ ഒരു LDFനെതിരെയുള്ള വിരുദ്ധ തരംഗം ഉണ്ടായപ്പോഴും പിടിച്ചു നിന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ LDFന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഹോൾഡുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ചേലക്കരയെ തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഇപ്പോൾ വലിയ രീതിയിൽ ആത്മവിശ്വാസം വെച്ച് പുലർത്താൻ CPMന് കഴിയുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. അത് അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. നോക്കാം ഏത് രീതിയിൽ വരുമെന്ന്. നമുക്കിനി പോകേണ്ടത് നാട്ടികയിലേക്കാണ്. ഇടത് കോട്ടയായിരുന്ന ചേർപ്പ് മണ്ഡലം രൂപം മാറിയാണ് നാട്ടിക മണ്ഡലമായത്. സംവരണ മണ്ഡലം എന്ന പ്രത്യേകതയും നാട്ടികയ്ക്കുണ്ട്. 15 വർഷമായി CPI മാത്രമേ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളൂ. 2021 തോറ്റിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ പ്രവർത്തിച്ചു വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 5 അക്ക ലീഡ് ഉണ്ടാക്കിയ BJP പൊതുസമ്മതനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നമുക്ക് നോക്കാം കണക്കുകൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CC മുകുന്ദൻ CPIയുടെ MLA വിജയിച്ചു കയറുന്നത് 72,930 വോട്ടുകൾക്കാണ്. 47.49% സുനിൽ ലാലൂരിന് ലഭിച്ചത് 44,499 വോട്ടുകളാണ്. 28.98% ലോചനൻ അമ്പാട്ടിന് ലഭിച്ചത് 33,716 വോട്ടുകൾ എന്നുള്ളതായിരുന്നു. അതായത് 21.96% ഭൂരിപക്ഷം 28,431 വോട്ടുകളുടേതായിരുന്നു. ഇനി 2024 പോകുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് നാട്ടിക വരുന്നത്. അവിടെ സുരേഷ് ഗോപിയാണ് മുന്നിട്ട് നിന്നത്. 66,854 വോട്ടുകളാണ് ലഭിച്ചത്. 41.89%. VS സുനിൽകുമാർ അവിടെ രണ്ടാം സ്ഥാനത്താണ് ആയത്. 52,909 വോട്ടുകൾ. 33.15% കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ 38,195 വോട്ടുകളാണ് ലഭിച്ചത്. അതായത് 23.93%. ലീഡ് 13,945 വോട്ടുകളായിരുന്നു സുരേഷ് ഗോപിക്ക് ലീഡ് ലഭിച്ചത്. ഇനി 2025 വരുമ്പോൾ തദ്ദേശ ചിത്രത്തിൽ പഞ്ചായത്തുകൾ അവിടെ UDFനൊപ്പം 4 എണ്ണം, LDFനൊപ്പം 4 എണ്ണം, NDAക്കൊപ്പം 1 എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ പഞ്ചായത്തുകൾ നോക്കാം. UDFനൊപ്പം നിൽക്കുന്നത് നാട്ടിക, തളിക്കുളം, ആവണിശ്ശേരി, ചേർപ്പ് എന്നീ പഞ്ചായത്തുകൾ UDFനൊപ്പം. LDFനൊപ്പം വരുന്നത് വലപ്പാട്, അന്തിക്കാട്, ചാഴൂർ, താന്ത്യം എന്നീ പഞ്ചായത്തുകൾ. NDAക്കൊപ്പം വരുന്നത് പാർളം പഞ്ചായത്തുമാണ്. ആഴക്കടൽ മത്സ്യബന്ധനമടക്കം തീരദേശ മേഖലയുടെ ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നെയാണ് എക്കാലത്തെയും അവിടുത്തെ ഒരു പ്രചരണ വിഷയങ്ങളും ചർച്ചാ വിഷയങ്ങളും ഒക്കെ ആകുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ തവണയും ശക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും ശക്തമായിരിക്കുന്ന ആ ഒരു ഇടത് കോട്ട തകർക്കാൻ അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആസിഫെ, വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളി കോൺഗ്രസ് അവിടെ അനുഭവിക്കുന്നില്ല. ഏത് രീതിയിൽ വരും നാട്ടികയിലെ കാര്യങ്ങൾ?
നാട്ടിക ഇത്തവണ ഒരു അതിശക്തമായുള്ളൊരു മത്സരം നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും സുനിൽ ലാലൂർ ആ മണ്ഡലത്തിൽ MLA എങ്ങനെയായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ആ മണ്ഡലത്തിൽ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അവിടെ ഇത്തവണ സുനിൽ ലാലൂർ തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ശക്തമായൊരു പോരാട്ടം, അതായത് മത്സരം കഴിഞ്ഞ് ആ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട് മാറി നിന്ന ഒരാളായി നമുക്ക് സുനിൽ ലാലൂരിനെ കാണാൻ കഴിയില്ല. മാത്രമല്ല CPIയുടെ ജില്ലാ നേതൃത്വവുമായി CC മുകുന്ദൻ MLAക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച ഒരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ആ ഒരു പ്രശ്നങ്ങൾ മുൻനിർത്തി അത് UDFന് അനുകൂലമായി നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ പാർട്ടിയിൽ പോലും സജീവമായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം മാറി പാർട്ടിയും CC മുകുന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവർ ഒരുമിച്ച് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ആ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ CC മുകുന്ദൻ തന്നെ വീണ്ടും മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായം പോലും ഇപ്പോഴും അവിടെ ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടി ഉണ്ട് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ് അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ടും ജപ്തി ഭീഷണിയുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ചയായി നിന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത്തവണ അതിശക്തമായുള്ളൊരു മത്സരം നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതിന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നത് ഈ സുനിൽ ലാലൂർ അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാതെ ഒരു പരാജയപ്പെട്ടുവെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ട ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതും ഒരു നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറികടന്ന് മറ്റൊരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യത കുറവാണ്. അങ്ങനെ CC മുകുന്ദൻ സുനിൽ ലാലൂർ പോരാട്ടം വന്നാൽ അത് അതിശക്തമായുള്ളൊരു പോരാട്ടം തന്നെ എന്തായാലും നാട്ടികയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 15 വർഷമായി LDFനൊപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണ് നാട്ടിക. ലിജോ, BJPയുടെ ഒരു മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്ര വലിയൊരു മുന്നേറ്റമില്ല. പക്ഷേ പഞ്ചായത്ത് NDAക്കൊപ്പം നിൽക്കുന്നുണ്ട്. BJPയുടെ ഒരു മുന്നേറ്റ സാധ്യത എത്രത്തോളം ഉണ്ടാകും? അത് ഈ വോട്ട് ഷെയറിൽ എന്തെങ്കിലും വ്യതിചലനം ഉണ്ടാക്കാനുള്ളൊരു ഘടകമായി വിലയിരുത്തുന്നുണ്ടോ ലിജോ? തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പോലെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലമാണ് നാട്ടിക. കാരണം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അവരുടെ മികച്ച നേട്ടമാണ്. അതിൽ തന്നെ അതിലൊരു ആ ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയുന്നത് തൃശ്ശൂർ പോലെ തന്നെ പൊതു സ്വതന്ത്രനായിട്ടുള്ള ഒരാളെ എത്തിക്കുക എന്നുള്ളതാണ് BJP അവിടെ ലക്ഷ്യം വെക്കുന്നത്. അതിലാണ് IM വിജയൻ്റെ പേര് വളരെ സജീവമായി അവിടെ ഉണ്ടായിരുന്നത്. IM വിജയനെ അവിടെ മത്സരിപ്പിക്കാൻ പലതരത്തിലുള്ള കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഓഫറുകൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ അദ്ദേഹം അവസാനമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഗീതാ ഗോപി, മുൻ MLA CPIയുടെ നേതാവായിട്ടുള്ള ഗീതാ ഗോപിയുടെ പേരും അവരവർ പറഞ്ഞിരുന്നു. പക്ഷേ അവരില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തുക എന്നുള്ളതാണ് BJP അവിടെ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. UDFന്റെ കാര്യം ആസിഫ് പറഞ്ഞതുപോലെ തന്നെ അവിടെ സുനിൽ ലാലൂരിന് വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് CC മുകുന്ദൻ എന്ന നേതാവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ സജീവമാണ്. അദ്ദേഹം അവിടെ വളരെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് അത് പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വമായി അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ജില്ലാ സമ്മേളനത്തിന് ഇറങ്ങിപ്പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ആ തരത്തിലുള്ള ചില ഇന്റേണൽ റിഫ്റ്റ് അവിടെ വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ അതിനെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അതിൽ കുറെ കൂടി അത് മയപ്പെടുത്തുന്നതിനും അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ CPIക്ക് വളരെ ഉറച്ച മണ്ഡലമാണ്. അല്ലെങ്കിൽ അവർക്ക് അത്രയും നമ്മൾ നേരത്തെ ചേലക്കരയുടെ കാര്യത്തിൽ CPMന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് CPIക്ക് അവിടെ വോട്ട് ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണയും അവർക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോഴും നല്ല ശക്തമായ മത്സരം ഉണ്ടാകാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും നാട്ടിക. അതിൽ BJPയുടെ ഇമ്പാക്ട്, BJPയുടെ റോൾ ഏത് തരത്തിലായിരിക്കും എന്നതായിരിക്കും അവിടുത്തെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ലിജോ ചൂണ്ടിക്കാണിച്ച ആ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഏതാണെങ്കിലും 2021 പോലെ കാര്യങ്ങളാവില്ല. 2026 അവിടെ കടുത്ത പോരാട്ടം തന്നെ ഉണ്ടാകും നാട്ടികയിൽ എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇനി നമുക്ക് പോകേണ്ടത് ഇന്നത്തെ നോക്കുന്ന അവസാനത്തെ മണ്ഡലം വടക്കാഞ്ചേരിയിലേക്കാണ്. കോൺഗ്രസിനും CPMനും ഒരുപോലെ സാധ്യതയുള്ള മണ്ഡലമാണ് വടക്കാഞ്ചേരി. മുൻകാലങ്ങളിലും മണ്ഡലത്തിൽ നിന്ന് ഇരു പാർട്ടികൾക്കും MLAമാർ ഉണ്ടായിട്ടുണ്ട്. 2021 സിറ്റിംഗ് MLA അനിൽ അക്കരയെ വീഴ്ത്തിയായിരുന്നു നിലവിലെ MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ വിജയം. ഇക്കുറിയും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടത് കേന്ദ്രങ്ങളുള്ളത്.
നോക്കാം. 2021 കണക്കിലേക്ക് പോകുമ്പോൾ സേവ്യർ ചിറ്റിലപ്പള്ളി വിജയിച്ച് കയറുന്നത് 81,026 വോട്ടുകൾക്കാണ്. 47.7% അനിലക്കരയ്ക്ക് ലഭിക്കുന്നത് 65,858 വോട്ടുകളാണ്. 38.77% TS ഉല്ലാസ് ബാബുവിന് 21,747 വോട്ടുകൾ, അതായത് 12.8% എന്നുള്ളതായിരുന്നു. ഭൂരിപക്ഷം 15,168 എന്നുള്ളതായിരുന്നു സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ഭൂരിപക്ഷം. ഇനി വടക്കാഞ്ചേരിയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നതാണ് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം. രമ്യ ഹരിദാസാണ് അവിടെ ലീഡ് ചെയ്തത്. 61,918 വോട്ടുകളാണ് നേടിയത്. 39.55% കെ രാധാകൃഷ്ണൻ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നു. 61,304 വോട്ടുകൾ, 39.16%. TN സരസുവിന് 30,255 വോട്ടുകൾ, 19.32%. ലീഡ് 614 വോട്ടുകൾ മാത്രമായിരുന്നു. ഇനി നമുക്ക് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി LDF-നൊപ്പം നിൽക്കുന്നു. അവിടുത്തെ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDF-ന് 17, LDF-ന് 22, NDA-ക്ക് 2, മറ്റുള്ളവർക്ക് 1 എന്നുള്ളതാണ് കണക്ക്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ എന്നുള്ളത് അവിടെ UDF-നൊപ്പം 4 പഞ്ചായത്തുകൾ, LDF-നൊപ്പം 3 പഞ്ചായത്തുകൾ എന്നുള്ളതാണ് കണക്ക്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന്. UDF-നൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ അടാട്ട്, കൈപ്പറമ്പ്, കോലഴി, തോളൂർ എന്നീ പഞ്ചായത്തുകൾ UDF-നൊപ്പം നിൽക്കുന്നു. LDF-നൊപ്പം നിൽക്കുന്നത് തെക്കുംകര, അവണൂർ, മുളങ്കുന്നത്തുകാവ് എന്നീ പഞ്ചായത്തുകൾ LDF-നൊപ്പം നിൽക്കുന്നു. ഏതാണെങ്കിലും 2021 തീപാർന്നൊരു പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. യുവമുഖങ്ങളായിരുന്നു അവിടെ പോരാടാൻ ഉണ്ടായിരുന്നത്. പക്ഷേ 15,000-ൽ പരം വോട്ടുകളുടെ മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. അവിടെ വലിയ രീതിയിലുള്ള പ്രചരണ വിഷയങ്ങളൊക്കെ, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 2021 ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ 15,000-ൽ പരം വോട്ടുകളുടെ വിജയമാണ് സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് നേടാനായത്. ഇത്തവണയും സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് സേഫ് ആണോ വടക്കാഞ്ചേരി? വടക്കാഞ്ചേരി നമുക്കൊരു LDF-ൻ്റെ UDF-ൻ്റെ ഒരു പക്കാ സേഫ് മണ്ഡലം എന്നൊന്നും വിലയിരുത്താൻ കഴിയില്ല. കാരണം അവിടെ സ്ഥാനാർത്ഥികളായി വരുന്ന ആളുകളുടെ അടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർണായകമായിരിക്കും. എന്തായാലും LDF-നെ സംബന്ധിച്ചോളം സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ ഉള്ള സാധ്യത ഉള്ളത്. എനിക്കൊന്ന് വടക്കാഞ്ചേരി ഒരുപക്ഷെ കേരളം മുഴുവൻ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ചർച്ചയായ ഒരു മണ്ഡലമായിരിക്കും. അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കം, അതിൻ്റെ അപ്പുറത്തേക്ക് അനിലക്കര എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും CPM-ഉം തമ്മിലുള്ള പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ ചർച്ചയായ ഒരു മണ്ഡലമാണ്. അനിലക്കര ആദ്യഘട്ടത്തിൽ ജയിക്കുന്ന വോട്ടിൻ്റെ എണ്ണം നമുക്കറിയാം, വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് ലഭിക്കുന്നു. അത് വലിയ തർക്കത്തിലേക്ക് പോയ മണ്ഡലമാണ്. അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് അവിടെ UDF വിജയിച്ചു വന്ന ഘട്ടത്തിൽ ഉണ്ടായ മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ അനിലക്കര മത്സരരംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഉയർത്തിയ പലതരം വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് വിജയിച്ചു വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് വിലയിരുത്തിയെങ്കിൽ പോലും അതൊരു വലിയ രീതിയിലുള്ള പരാജയത്തിലേക്ക് പോവുകയും ഒരു അട്ടിമറി വിജയം തന്നെ അവിടെ LDF നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത്തവണയും അവിടെ അനിലക്കരയുടെ പേര് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ അനിലക്കര മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറും എന്നുള്ള ചർച്ചകളും സജീവമാണ്. അത് ജോസ് വള്ളൂരോ അല്ലെങ്കിൽ രാജേന്ദ്രൻ അരങ്ങത്തോ അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള ഒരു ചർച്ച UDF-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഈ 3 പേരാണ് പ്രധാനമായും UDF മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെയായിരിക്കും LDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ളത്. ഒരു യുവമുഖമാണ്. മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ടെത്തി ഇടപെടുന്നു. മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും അതിന് സോഷ്യൽ മീഡിയ ഇടപെടലടക്കം വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു നേതാവാണ്. എന്തായാലും തീവാർന്നൊരു പോരാട്ടം നടക്കാനുള്ള ഒരു സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയായി നമുക്ക് വടക്കാഞ്ചേരിയെ വിശേഷിപ്പിക്കേണ്ടി വരും. ലിജോ, ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു നേരിയ എഡ്ജ് മാത്രമാണ് അവിടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളത്. പക്ഷേ മുൻകാലങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നേരിയ എഡ്ജിൽ വിജയിച്ച് കയറിയിട്ടുള്ള ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രവും അവിടെ അവശേഷിക്കുന്നുണ്ട്. എത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കാൽക്കുലേഷൻസ് ഉള്ളത്? നിയമസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പെർഫോമൻസ് തന്നെയാണ് അവിടെ UDF-ന് പ്രതീക്ഷ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ഇത്തവണ അടാട്ട് പഞ്ചായത്തിൽ ആണ് അനിലക്കര മത്സരിച്ച് അവിടെ വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഇത്തവണ അവിടെ നിന്ന് മാറാനുള്ള, പ്രത്യേകിച്ച് മണലൂർ പോലുള്ള മണ്ഡലങ്ങളിലേക്ക് മാറാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ജോസ് വള്ളൂർ മിക്കവാറും കഴിഞ്ഞ മുൻ DCC പ്രസിഡൻ്റായിട്ടുള്ള ജോസ് വള്ളൂർ അവിടെ വളരെ സജീവമായ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. രാജേന്ദ്രൻ അരങ്ങത്ത് അവിടെ അദ്ദേഹവും അതുപോലെ തന്നെ സജീവമായി അവിടെ ഉണ്ട്.
ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ നിൽക്കുകയും കുറെ കൂടി നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് കുറെ കൂടി UDF-നുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ കുറെ കൂടെ ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും അതിനനുസരിച്ചുള്ള ഒരു മാറ്റവും അവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വടക്കാഞ്ചേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ കുറെ കൂടെ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-യെ സംബന്ധിച്ച് BJP ഇപ്പോഴും അവിടെ ഒരു സ്ഥാനാർത്ഥി ആരെ നിർത്തണമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത അവർക്ക് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും. അതായത് തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും BJP ഇപ്പോഴും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംബന്ധിച്ച് ഒരു അന്തിമ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്കോ അവർ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതും അവിടെ ഒരു സർപ്രൈസായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ മത്സരങ്ങൾ വരികയാണെങ്കിൽ, അതായത് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും അപ്പുറേക്കോ ഇപ്പുറേക്കോ മറിയാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ളൊരു മണ്ഡലമായിട്ടാണ് എനിക്ക് വടക്കാഞ്ചേരിയെ തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് ലൈഫ് മിഷൻ പോലുള്ള ഒരു വലിയ പ്രചാരണ വിഷയം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്തവണ അത് കുറെ കൂടി തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഒരു സർക്കാരിനെതിരെയുള്ള മൊത്തം കാര്യങ്ങളിലുള്ള വിഷയങ്ങളൊക്കെ വളരെ സജീവമായി ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും സേവ്യർ ചിറ്റലപ്പള്ളി എന്ന നേതാവ്, അദ്ദേഹം അവിടെ വളരെ സജീവമാണ്. അത് കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് നല്ലൊരു എഡ്ജുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും മാറുക, അതായത് അവിടെ UDF ഏത് തരത്തിലുള്ളൊരു ഫൈറ്റ് കൊടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നത് അതൊരു മത്സരമുണ്ടാവുന്ന മണ്ഡലമാണ്. അവിടെ എന്തും സംഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എന്താണെങ്കിലും അത്ര സേഫാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പ്രവചനാതീതമായിട്ടുള്ള തീ പാറുന്ന മത്സരം ഉണ്ടാകും എന്നുള്ളതാണ് വടക്കാഞ്ചേരിയിലെ വിലയിരുത്തലായിട്ട് വരുന്നത്. എന്താണെങ്കിലും തൃശ്ശൂരിലെ ആകാംക്ഷകൾ അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. കാരണം 2021 ആ വലിയ മുന്നേറ്റത്തെ ഇടതുമുന്നണി മുറുകെ പിടിച്ചു നിൽക്കുമ്പോഴാണ് 2024 സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ആ വിജയത്തിന് തിളക്കം പ്രതിഫലിക്കാത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ആകാംക്ഷയോടെ നോക്കിക്കാണാവുന്ന തൃശ്ശൂരിൽ പോർമുഖത്തെ ഇനി നമുക്ക് നാളെയും അടുത്തറിയേണ്ടതുണ്ട്. നാളെ നമുക്ക് പരിശോധിക്കേണ്ടത് 7 മണ്ഡലങ്ങൾ കൂടിയാണ്. ഇന്നത്തെ 6 മണ്ഡലങ്ങളുടെ വിശകലനങ്ങൾ പൂർത്തിയാവുന്നു. നാളെ 7 മണ്ഡലങ്ങളിലെ ചിത്രവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.